ഇവരുടെ കൊതിക്കറിവും അവരുടെ കുശുമ്പും അവരുടെ ഉളുപ്പില്ലായ്മയും ഒക്കെ അവരുടെ തൊലിക്കട്ടിയും ഒക്കെ ഈ നാടിനറിയാം. അല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി അറിയിച്ചു കൊടുക്കണം. അതിനു വേണ്ടിയായിരിക്കണം നിങ്ങൾ പരിശ്രമിക്കേണ്ടത്. അവർ പറയുന്ന എന്ത് വിടുവായുത്തവും വാർത്തയാക്കി കാടാക്കി നിങ്ങൾ ഇറക്കരുത്. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ഞങ്ങളുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടോ ഞങ്ങൾ പിരിച്ചതുമായി ബന്ധപ്പെട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നതാണ് ഞങ്ങൾ. 266 പേജുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചവരാണ് ഞങ്ങൾ. ആ ഞങ്ങളെ നിങ്ങൾ കൈയടിച്ച് സ്വീകരിച്ചിട്ടില്ലെങ്കിലും ആക്ഷേപിക്കരുത്. ഈ യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെ ഒന്നിനും കൊള്ളാത്തവൻ്റെ ഈ ജൽപ്പനങ്ങൾക്ക് നിങ്ങൾ ചെവി കൊടുക്കരുത്. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നു നിന്നത് ഈ സമൂഹത്തിൽ ഇവരുണ്ടാക്കുന്ന തെറ്റിദ്ധാരണകളെ ഒന്നുകൂടി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കണം എന്നുള്ള നിലക്കാണ്. ഈ വീടിൻ്റെ പണി ഇവിടെ നടക്കുന്നത് പൂർണ്ണമായും കഴിഞ്ഞ് അവർക്ക് കൈമാറിയതല്ല. 178 വീടാണല്ലോ. ഞാനും നിങ്ങളുമൊക്കെ ഈ ചടങ്ങിൽ വന്നതാണ്. വിഷുവിന് കൈമാറും എന്നുള്ളതായിരുന്നു നമ്മളൊക്കെ പ്രതീക്ഷിച്ചത്. കുറച്ച് ദിവസം വൈകിയിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങൾ മന്ത്രിയും മറ്റു ബന്ധപ്പെട്ട ULCCയുടെ ആളുകളൊക്കെ നിങ്ങളോടും സൂചിപ്പിച്ചു. ഇവിടെ സംഭവിച്ചതിനെക്കുറിച്ചും അവർ വിശദീകരിച്ചു. 60ഓളം ഗുണനിലവാര ടെസ്റ്റുകൾ നടത്തുകയാണ് ഒരു വീടിന്, ഇങ്ങനെ കൊടുക്കുന്ന വീടുകൾക്ക്. ഇപ്പോൾ ഈ അപ്പോക്സി ട്രീറ്റ്മെൻറ്റും മറ്റുമൊക്കെ ഇവിടെ നടക്കുകയാണ്. വേറെ 5 വർഷക്കാലയളവിൽ ഇവിടെ എന്തെങ്കിലും ഇതുപോലെ ഡിഫക്റ്റ് ഉണ്ടായാൽ ആ ഡിഫക്റ്റിൻ്റെ ലാബിലിറ്റി ആർക്കാണ്? ഈ നിർമ്മാണ കമ്പനിക്കാണ്. അതിനേക്കാൾ വലുത് ഇനി എന്താ വേണ്ടത്? എന്നാൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ പ്രചരണങ്ങൾ കൊണ്ട്, ഈ പ്രചരണ കോലാഹലങ്ങൾ കൊണ്ട്, ഈ സതീശൻ്റെയും മറ്റുമൊക്കെയുള്ള ഒരു താല്പര്യങ്ങൾ കൊണ്ട്, ചിലരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാകുന്നത് എന്താ? ഉണ്ടാകാൻ പോകുന്നത് ഈ വീട്ടിൽ താമസിക്കാൻ വരുന്ന ജനങ്ങൾക്ക്, അവർ ഒരുപാട് അനുഭവിച്ചവരല്ലേ, അവർക്ക് വീണ്ടും ഒരു അസ്വസ്ഥത ഉണ്ടാവുക ചെയ്യാം. ഇത് ഇവർക്ക് പൂർണ്ണമായും താമസിക്കാൻ വേണ്ടി കൈമാറിയിട്ടില്ല. 10 ദിവസം കൊണ്ടുകൂടി കൈമാറുന്ന മറ്റുമാണ് നിങ്ങളോടും ഞങ്ങളോടൊക്കെ പറയുന്നത്. അതിന് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. 101 വീട്ടിൽ പൂർണ്ണമായും ടെസ്റ്റ് നടത്തി അതിൻ്റെ എല്ലാ പൂർത്തീകരണ ഘട്ടത്തിലേക്കും എത്തി. ഇപ്പോൾ അത് അവിടെയും കാണുന്നുണ്ട്. ആ കാണുന്ന ചിത്രത്തിലൊക്കെ കാണുന്ന അവരുടെ വീണ്ടുമുള്ള ആ ലാസ്റ്റ് ലെയർ കോൺക്രീറ്റിംഗ്, ഈ അപ്പോക്സി ഉൾപ്പെടെയുള്ള വാട്ടർ പ്രൂഫിംഗ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് നടന്നു കഴിഞ്ഞ് അവർക്ക് കൈമാറിയതിന് ശേഷം ഇനിയും ചിലപ്പോൾ ഉണ്ടാവും. കൺസ്ട്രക്ഷൻ അല്ലേ, ഇനിയും ചിലപ്പോൾ ഭാവിയിൽ ഒരു 6 മാസം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ചെറിയ പോരായ്മയോ മറ്റോ സംഭവിച്ചാൽ അതും എന്ത് ചെയ്യും? ഈ 5 വർഷത്തെ കരാറുണ്ടല്ലോ, അവർക്ക് ആ പണം അവിടെ അവരുടെ പൂർണ്ണമായും പണം കൊടുക്കാതെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത്, ഈ വീട് കൈമാറുന്നത്. അപ്പോൾ അവിടെ വീണ്ടും അത് നികത്താം. എന്നാൽ ഇവരെ ഇങ്ങനെ പാനിക്കാക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒരു പക്ഷേ ചിലപ്പോൾ VD സതീശനൊക്കെ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും എന്നറിയോ? അപ്പുറത്ത് 230 വീട് നിർമ്മിക്കാൻ വേണ്ടി 3.5 ഏക്കർ സ്ഥലം അവർ എടുത്തിട്ടുണ്ട്. അതിലൊരു NB ഉണ്ട്. എന്താണ്? പണം പൂർണ്ണമായിട്ട് കൊടുത്തിട്ടില്ല. ആ 230 വീട്ടിലേക്ക് അവർ നിർമ്മിക്കുന്ന വീടുകൾ ആർക്കാണ് എന്ന് അവർ പറഞ്ഞിട്ടില്ല. ഉപഭോക്താക്കളുടെ ലിസ്റ്റൊന്നും പുറത്തു വിട്ടിട്ടില്ല. ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ ആളുകളെ വല്ലാത്ത കൺഫ്യൂഷൻ ഉണ്ടാക്കി, വലിയ പ്രയാസം ഉണ്ടാക്കി, ഇനിയിപ്പോൾ ഇവിടുന്ന് ആരെങ്കിലും അങ്ങോട്ടേക്ക് കിട്ടുമോ എന്നുള്ള ശ്രമമാണോ എന്നും അറിയില്ല കേട്ടോ. അവർ നിർമ്മിക്കുന്ന 230 വീട്ടിലേക്ക് ഈ കോൺഗ്രസ്സുകാരായിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സർക്കാരിൻ്റെ വീട് ഉപേക്ഷിച്ചിട്ട് 15 ലക്ഷമൊക്കെ വാങ്ങി വരൂ, ഞങ്ങൾ നിർമ്മിക്കുന്ന 230 വീട്ടിൽ താമസിക്കാം എന്നുള്ള ഉദ്ദേശമാണ് ഇവർക്ക് എന്ന് പറയാൻ പറ്റില്ല. ഇനി അതിനു വേണ്ടിയാണ് ഇവർ പരിശ്രമിക്കുന്നതെന്നും അറിയില്ല. ഒറ്റ കാര്യം കൂടി, നിങ്ങളും വന്നാൽ സന്തോഷം. ഞങ്ങൾ ഇവിടുന്ന് ഒരു യാത്ര പോവാണ്. എവിടേക്ക്? ആ മേപ്പാടിക്കടുത്തുള്ള കുന്നംപറ്റയിലേക്ക് ഒരു യാത്ര പോവാം. ആര് വാങ്ങിയ സ്ഥലം? കോൺഗ്രസ് വാങ്ങിയില്ല എന്ന് പറഞ്ഞ സ്ഥലം, അതായത് പൂർണ്ണമായി പണം കൊടുത്തില്ല എന്നാണ് പറയുന്നത്. ആ പണം കൊടുത്ത് അവർ വാങ്ങി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ വീണ്ടും പോവുകയാണ്. സതീശൻ വീട് പണി തുടങ്ങി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അത് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ കുറച്ച് ദിവസമായില്ലേ, 10-20 ദിവസം കഴിഞ്ഞു. സതീശൻ പണി തുടങ്ങി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങളൊക്കെ പോയിരുന്നു. ഞങ്ങൾ അടിച്ചിറക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾ ഏതായാലും അന്ന് അവിടെയും കയറിയിട്ടില്ല. എൻ്റെ പുറത്തുനിന്ന് ഇങ്ങനെ നമ്മൾ എത്തി നോക്കുമല്ലോ, നിങ്ങളാണ് അകത്ത് കയറി നോക്കിയത്. പണി തുടങ്ങിയിട്ടില്ല. ഇന്ന് ഒന്നുകൂടി പോവുകയാണ്. പോയിട്ട് ഞങ്ങൾ ഇന്ന് ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ, ഈ യൂത്ത് കോൺഗ്രസ്സുകാർക്ക്, അത് യൂത്ത് കോൺഗ്രസ്സിൽ ഈ പറയുന്ന ഈ സംസ്ഥാന നേതൃത്വത്തിലിരിക്കുന്നവർക്കല്ല കേട്ടോ, പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരുണ്ടല്ലോ, ഇവർക്ക് പണം പിരിച്ചു കൊടുത്തിട്ട് ഉള്ള സാധാരണ യൂത്ത് കോൺഗ്രസ്സുകാർ, അവർക്ക് ഈ ടൗൺഷിപ്പ് കാണാൻ വരുന്നവർക്കൊക്കെ അവിടെ അവർ വാങ്ങിയ സ്ഥലത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുകയാണ് ഞങ്ങൾ. ഈ വീട് നിർമ്മിക്കുന്ന 230 വീട് കോൺഗ്രസ് നിർമ്മിക്കുന്ന ആ 230 വീടിൻ്റെ സ്ഥലം ഞങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. അതിനു വേണ്ടി ഒരു ബോർഡ് സ്ഥാപിക്കാൻ പോവാണ് DYFI അവിടെ. എന്താണ് ഈ വ്യാജമായിട്ടുള്ള വന്നത് എന്ന് പറയാമോ? എന്താണ് നിങ്ങൾക്ക് കണ്ടതാണോ നേരിട്ട്? നിങ്ങൾക്ക് എന്താ മനസ്സിലായി? വിള്ളലുണ്ട്, അത് അടച്ചിട്ടുണ്ട്. വിള്ളലാണോ അത്?
എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ പറയട്ടെ ഇനിയിപ്പോ ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. നിങ്ങളോട് സംസാരിച്ച ആളുകളുമായിട്ടും ഞാൻ സംസാരിച്ചു. അവർ പൂർണ്ണമായും പറഞ്ഞത് ഇത് പൂർണ്ണമായും കൈമാറിയിട്ടില്ല. 101 വീടിന്റെ ഞാൻ കേൾക്കട്ടെ, വിള്ളലുണ്ടോ ഇല്ലയോ ഞാൻ പറഞ്ഞോട്ടെ. ഇനിയിപ്പോ വിള്ളലാവട്ടെ വിള്ളലല്ലാതിരിക്കട്ടെ, ഇത് ഒരു വീട് കൈമാറി കഴിഞ്ഞതിന് ശേഷം മാത്രമല്ലേ നമ്മൾ അതിൻ്റെ അങ്ങനെ ഒരു കൺസെഷൻ ഡിഫക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ സംസാരിക്കേണ്ടതുള്ളൂ. അതല്ലേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അപ്പോക്സി ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ പോണ്ടിങ് ടെസ്റ്റോ മറ്റോ നടത്തുന്നതിൻ്റെ ഭാഗമായി 24 മണിക്കൂർ വെള്ളം കെട്ടിവെച്ച് അവർ ഒരു ടെസ്റ്റ് നടത്തുകയാണ്. ആ ടെസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ കിനിയൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് അങ്ങനെ തന്നെയാണ് എനിക്കും ബോധ്യപ്പെടുന്നത്. അത് സ്വാഭാവികമായിട്ട് അതിൻ്റെ മുകളിൽ അവരിനി ഇപ്പോൾ അവിടെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ തൊട്ടപ്പുറത്തതാണ് ചെയ്യുന്നത്. അതുപോലെയുള്ള വർക്കുകൾ 2 ലെയറോ 3 ലെയറോ ഒക്കെ വരാൻ പോകുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതൊക്കെ പരിഹരിക്കപ്പെടും. അതിനെ ഇങ്ങനെ ആശങ്കപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് എൻ്റെ ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞോട്ടെ ഈ വിള്ളൽ എന്നൊക്കെ പറഞ്ഞു വരുത്തുന്ന പ്രചരണങ്ങളെ സ്വാഭാവികമായിട്ടും അതൊരു വ്യാജമായിട്ട് തന്നെ തോന്നുകയാണ്. സത്യമല്ല, പ്രചരണം. ഞാൻ പറഞ്ഞോട്ടെ, ഈ ബാക്കി എത്ര വീടുണ്ട് ഇവിടെ? പട്ടയാണ് കൊടുത്തത്. ബാക്കിയുള്ള വീടുകളെ കുറിച്ച് ഒരാൾ ഒരു റിപ്പോർട്ടും ചെയ്യുന്നില്ല. കാരണം എന്താ, അത് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. ഇത് പൂർത്തീകരിച്ചു ഇവിടുത്തെ ഉടമകൾ വരുന്നു, അവർ പരാതിപ്പെടുകയാണ് മാധ്യമങ്ങളോട്, ഞങ്ങളുടെ വീട് ചോരുന്നു, വെള്ളം ഇറങ്ങുന്നു, അത് പരിഹരിക്കണമെന്ന്. അക്കാര്യം എന്താണെന്ന് പോലും ഒരാൾക്കോ അല്ലെങ്കിൽ ഇതിലെ അധികൃതരോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു പോലും അവർ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ഒന്നാമത്തെ കാര്യം. അപ്പോഴാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുകയും മുകളിലടക്കം വിള്ളൽ രൂപപ്പെട്ട കാര്യം അവർ തന്നെ കാണിച്ചിരിക്കുകയും ചെയ്തത്. വെള്ളം ചോർന്നു അത് അടക്കുകയാണെന്നാണ് അവരുടെ ഔദ്യോഗിക വിശദീകരണം. ഇതിലെങ്ങനെ വ്യാജ പ്രതികരണം? അത് അവരൊരു അവരുടെ ഒരു ടെക്നിക്കൽ, ഈ സിവിൽ എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ വേർഡായിട്ടാണ് അവർ ഉപയോഗിച്ചിട്ടെന്നാണ് എന്നോട് പറയുന്നത്. നമ്മളോടൊക്കെ സംസാരിച്ചത്. എൻ്റെ ഭാഗം എന്തെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ അതുണ്ടെങ്കിൽ തന്നെ, നിങ്ങൾ ഈ പറയുന്നത് പോലെ ഉണ്ടെങ്കിൽ തന്നെ അതിനെ ഇങ്ങനെ പർവ്വതീകരിച്ച് ഒരു വലിയ സംവിധാനത്തെ ആകെ മോശമാക്കേണ്ട കാര്യമുണ്ടോ? അതെങ്ങനെ പർവ്വതീകരിക്കുന്നു? ആശങ്കയാണ് നിങ്ങൾ പറഞ്ഞത്. ആശങ്ക വേറെ എത്ര വീടുണ്ട്? അവിടെ ഒന്നും ആർക്കും ആശങ്കയില്ലല്ലോ. ആ വരയ്ക്കുള്ളിൽ ഒരു വിള്ളലുണ്ടായിരുന്നു. ആ വിള്ളൽ കിനിഞ്ഞിറങ്ങിയതാണ്. നിങ്ങളിങ്ങനെ പ്രയാസപ്പെടല്ലേ? ഓക്കെ ഞാൻ പറയാം. ഞാൻ നിങ്ങളോട് തുടക്കം മുതൽ പറയാൻ ശ്രമിച്ചത് എന്താ പറയാൻ ശ്രമിച്ചത്? ഇന്നലെയുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ സന്ദർശനവും അവരുടെ ഒരു വല്ലാത്ത ഇളിഞ്ഞ സംസാരമുണ്ട്. അതിനെക്കുറിച്ചാണ്. ഞാൻ പറഞ്ഞോട്ടെ. മന്ത്രി വന്ന സമയത്ത് വീടിന്റെ ഉടമസ്ഥനോട് സംസാരിച്ചില്ല, ഇടപെട്ടില്ല എന്ന് വീട്ടുടമസ്ഥൻ ഗുണഭോക്താവ് തന്നെയാണ് പറഞ്ഞത്. അതിനുശേഷമാണ് യൂത്ത് കോൺഗ്രസ് വന്നത്. ഒറ്റ മിനിറ്റ്. പട്ടയം കൊടുത്തു എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ടൗൺഷിപ്പിന്റെ ഈ പ്രൊജക്ടിലേക്ക് വീട് നിർമ്മാണ കമ്പനി വീട് കൈമാറിയിട്ടുണ്ടോ? ഇല്ല. അവരുടെ അണ്ടർ കൺസ്ട്രക്ഷൻ തന്നെയാണ് ഇതൊക്കെ. അതാ പറയുന്നത്, അണ്ടർ കൺസ്ട്രക്ഷൻ ആണത്. അത് നിങ്ങളോട് ഒറ്റ മിനിറ്റ്. അങ്ങനെ തന്നെയല്ലേ മന്ത്രിയും പറഞ്ഞത്? വിഷുവിനെ ഇവര് താമസിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകൂ, അന്നേക്ക് ഇത് പൂർണ്ണമാകൂ എന്ന് ഈ ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? പിന്നെന്താ ചോദിക്കുന്നത്? പെയിന്റ് അടിക്കാൻ പാടില്ലേ? പെയിന്റിനെ തകർക്കും. നിർമ്മാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ എവിടെയാണ് വീടിന് പെയിന്റ് അടിച്ച് എല്ലാ വർക്കും ചെയ്ത് സോളാറും ഫിറ്റ് ചെയ്ത ശേഷം ആളുകൾക്ക് കൊടുക്കുന്നത്, പട്ടയം കൊടുക്കുന്നത്? അല്ല, അതാ ഞാൻ ചോദിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഈ പട്ടയം എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഉടമസ്ഥാവകാശമാണല്ലോ. ഇവർ ഈ കൺസ്ട്രക്ഷൻ നടക്കുന്ന വീടുകൾ, ഇപ്പം നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള വീടുകളിലും ഞാൻ കൺസ്ട്രക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ അതെന്താണ്? അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. ഉടമസ്ഥ നിങ്ങളുടെ പേരിൽ തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. ഇവിടെ ഞാൻ ഒറ്റ മിനിറ്റ്. നിങ്ങൾക്ക് അത് അത്രയും ആയിട്ടില്ല. ഒരു പക്ഷേ ചിലപ്പോൾ അതിന്റെ അലൈൻമെന്റിലൊക്കെ ചിലപ്പോൾ മാറ്റേണ്ടി വരും. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം നിങ്ങളെ തന്നെ മുമ്പിൽ ആര് വന്ന് നിന്നിരുന്നു? മന്ത്രി നിന്നിരുന്നു, ഊരാളെങ്കിൽ വന്ന് നിന്നിരുന്നു. ഇനി വേണമെങ്കിൽ ഈ ടൗൺഷിപ്പിന്റെ ചുമതലയുള്ള IAS ഉദ്യോഗസ്ഥരുണ്ട്, അവരോടൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ഇതൊരു സർക്കാർ സംവിധാനമാണല്ലോ, നിങ്ങൾക്ക് ചോദിക്കാം. അതിലൊന്നും തർക്കമില്ല. നിങ്ങൾക്ക് ചോദിക്കാം, ആശങ്ക പറയാം, ഒക്കെ ചെയ്യാം.
നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടെങ്കിൽ അതും ഒരുപക്ഷെ ഉണ്ടാവാം.